ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു അറിയപ്പെട്ട ഒരു തിരക്കേറിയ നഗരത്തിൻ്റെ ഒരൊഴിഞ്ഞ ഭാഗത്ത് 6-7 കുടുംബം മാത്രം താമസിക്കുന്ന ഒരു ഏരിയ. ആ ഏരിയയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന രണ്ടാമത്തെ വീട്ടിലായിരുന്നു ഞാനടക്കം 7 പേരടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്നത്. 4 മുറിയുള്ള ഒറ്റ നില വീട്. അന്ന് എനിക്ക് 11 വയസ്സ്. ഞാൻ കൂടാതെ എനിക്ക് താഴെ 6 വയസ്സുള്ള അനിയത്തി. എൻ്റെ ഉമ്മ, ഉപ്പ, വലിയുമ്മ, എളാപ്പ, ഇളയമ്മ, അങ്ങനെ ആയിരുന്നു കുടുംബം. 6ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. സ്കൂൾ വേനലവധിക്ക് രാവിലെ ഞാൻ മൂടി പുതിച്ചുറങ്ങുന്ന സമയം പെട്ടെന്ന് എന്തോ ശബ്ദങ്ങൾ കേട്ട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ എഴുന്നേറ്റു. പല്ല് തേച്ചു, മുഖമൊന്ന് കഴുകി എന്ന് വരുത്തി അടുക്കളയിലോട്ട് നടന്നു. അവിടെ ആരെയും കണ്ടില്ല. ഉമ്മച്ചി, ഞാൻ നീട്ടി വിളിച്ചു. എവിടെയും മറുപടിയില്ല. ഞാൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. എവിടെ? ഒരൊറ്റ ആളെയും കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഉമ്മറത്ത് നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നതും മറ്റും കേട്ടു. ചെന്ന് നോക്കുമ്പോൾ അതാ എല്ലാവരും വീട്ടിലെ സാധനങ്ങൾ മൊത്തം ഒരു ലോറിയിലേക്ക് കയറ്റുന്നു. ഇതെന്തും മറിമായം? എനിക്ക് വട്ടായതാണോ അതോ വീട്ടുകാർക്ക് മൊത്തം വട്ടായോ? അത് കണ്ട് ഞാൻ ഉമ്മാൻ്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, ഇതെന്തിനാ സാധനങ്ങൾ മൊത്തം ലോറിയിലേക്ക് കയറ്റുന്നത്? കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും താമസം മാറുന്നതിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? സാധനങ്ങളെല്ലാം പുതിയ വീട്ടിലേക്ക് മാറ്റുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ പോകുമെന്നും പറഞ്ഞു. ഓ, അപ്പോൾ അതാണ് കാര്യം. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഉമ്മച്ചി താമസം മാറുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ആകെ വിഷമത്തിലായി. എൻ്റെ കൂട്ടുകാരെ ഇനി കാണാൻ പറ്റില്ലെന്ന കാര്യം എന്നെ സങ്കടത്തിലാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നു. അങ്ങനെ പോകാനുള്ള ദിവസമായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പുതിയ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ഞാൻ നിശബ്ദനായിരുന്നു. പുതിയ വീടോ നാടോ ഒന്നും ഞാൻ നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. ഒന്നു മാത്രം അറിയാം, ഒരു ഗ്രാമത്തിലാണ് ഇനി മുതൽ താമസം എന്നത് എൻ്റെ എളാപ്പയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലോട്ടുള്ള വഴിയിൽ കടന്നു. പരന്നു കിടക്കുന്ന വയലുകളും തെളിഞ്ഞ കുളങ്ങളും വീതിയേറിയ തോടുകളും കണ്ട് അത്രയും നേരം എന്നിലുണ്ടായ പിരിമുറുക്കം പെട്ടെന്ന് മാറാൻ തുടങ്ങി. മീൻ പിടിക്കുന്ന കുറേ ആളുകൾ, കുളത്തിൽ കുളിക്കുന്ന കുട്ടികൾ, പലതരം പക്ഷികൾ, മൃഗങ്ങൾ എന്നിൽ കൗതുകമുണ്ടാക്കി. ഓ, എന്ത് സുന്ദരം! ഞാൻ വേഗം തന്നെ ഉപ്പയോട്, നമ്മുടെ വീട് ഇവിടെയാണോ? അതേ ഷാനു, നിന്റെ മിണ്ടാട്ടമൊക്കെ മാറിയോ? ഞാൻ സന്തോഷത്തോടെ മാറിയെന്ന് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഉമ്മ എൻ്റെ കവിളിലൊരു നുള്ളു തന്നു. ഞാൻ വീണ്ടും കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. അതിമനോഹരം. സിറ്റിയിലെ 11 വർഷത്തെ ജീവിതം അപേക്ഷിച്ച് ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇപ്പോൾ ധാരാളം മരങ്ങളും അടുത്തടുത്തായി ധാരാളം വീടുകളുമൊക്കെയുള്ള ഇടതൂർന്ന ഒരു വഴിയിലൂടെയാണ് വണ്ടി സഞ്ചരിച്ചത്. അത് നേരെ ചെന്നെത്തിയത് ഒരു വീടിൻ്റെ മുന്നിലായിരുന്നു. അത് കണ്ട് ഞാൻ ഉമ്മച്ചിയെ വിളിച്ചു. ഉമ്മച്ചി, ഇതാണോ നമ്മുടെ പുതിയ വീട്? അതെ, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വീട് വേറെ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണെന്ന് മനസ്സിലായി. ഞാൻ കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന ചെറിയ സാധനങ്ങളൊക്കെ ഇറക്കി. വലിയ സാധനങ്ങളൊക്കെ ആദ്യമേ കൊണ്ടുവന്നിരുന്നു. കാണാൻ തരക്കേടില്ലാത്ത ഒറ്റ നില വീട്. ആദ്യത്തെ വീടിനേക്കാൾ വിശാലമായ 3 മുറികളുള്ള വീട്. അടുക്കള വാതിൽ തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ ഒഴിഞ്ഞൊരു പറമ്പും അതിനപ്പുറം ഒരു പൊതുവഴിയും കാണാം. ഞാൻ വീടിന് പുറത്തിറങ്ങി ചുറ്റുമൊന്ന് നോക്കി. അടുത്തടുത്തായി ധാരാളം വീടുകളുണ്ട്. ഒരു സുഖമുള്ള കാറ്റ് എന്നെ തഴുകി തലോടിപ്പോയി. ഈ വേനലിലും ചെറിയ തണുപ്പുള്ള കാലാവസ്ഥ. സിറ്റിയിലെ പോലെ ശബ്ദ കോലാഹലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കുറച്ച് ആളുകളുടെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അത് അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ വിശേഷം തിരക്കി വന്നതായിരുന്നു. ഞാൻ ഉമ്മയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തൊക്കെ പോകാൻ തീരുമാനിച്ചു. ഷാനു, ദൂരത്തോട്ടൊന്നും പോവരുത് കേട്ടോ, പെട്ടെന്ന് വരണം. ഓ, ഞാൻ അതിന് തലയാട്ടി പുറത്തേക്ക് നടന്നു. ഞാൻ ചുറ്റിലും നോക്കി. എങ്ങും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. പല പ്രായത്തിലുള്ള കുട്ടികൾ ഓരോ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഞാൻ കുറച്ചു നേരം അത് നോക്കി നിന്നു.
അവരെന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ജാള്യത തോന്നി. ഞാൻ അവിടുന്ന് പിന്നെയും നടന്നു. പള്ളിയും കുറച്ച് കടകളും ഒക്കെയുള്ള ചെറിയൊരു അങ്ങാടി കണ്ടു. അവിടെയൊക്കെ വലിയ ആളുകളായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. പരിചയമില്ലാത്ത ആളോ മറ്റോ ആയതുകൊണ്ടാകാം അടുത്ത വീടുകളിൽ നിന്നുമൊക്കെ സ്ത്രീകളും കുട്ടികളുമൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് വരാമെന്ന് വിചാരിച്ച് തിരിച്ചു നടക്കാൻ തിരിഞ്ഞതും നിം നിം ഒരു ബെല്ലടി ശബ്ദം. ഏയ്, ഒന്നവിടെ നിൽക്കുമോ? ഇതിപ്പോൾ ആരാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ പിറകിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ അതേ പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ സൈക്കിളിൽ എൻ്റെ അടുത്തേക്ക് വരുന്നു. നിങ്ങളിവിടെ പുതിയ താമസക്കാരാണോ? അതെ, എങ്ങനെ മനസ്സിലായി? അവൻ എൻ്റെ വീടിന് നേരെ ചൂണ്ടിക്കൊണ്ട് നിങ്ങളെല്ലാവരും ആ വീട്ടിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓ, എന്താ നിൻ്റെ പേര്? സിനാൻ. നിൻ്റെ പേരോ? ഷഹാൻ. നിൻ്റെ വീട് എവിടെയാ? നിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്. അത് ശരി, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഞാൻ അവൻ്റെ സൈക്കിളിന് പിന്നിൽ കയറി വീട് വരെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. സ്കൂളിനെ പറ്റിയും അവനും ഇനി 7ാം ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് നാളെ പരിചയപ്പെടുത്തി തരാമോ? അതിനെന്താ, നാളെ രാവിലെ തന്നെ നമുക്ക് എൻ്റെ സൈക്കിളിൽ പോകാം. അത് കേട്ട് എനിക്ക് സന്തോഷമായി. എന്നാൽ നാളെ കാണാമെന്ന് പറഞ്ഞു അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു. സിറ്റിയിലെ പോലെയല്ല, നേരെ അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു. വീട്ടിൽ കയറി ചെന്നപ്പോൾ നേരം വൈകിയതിന് ചെറുതായി ഒന്ന് ചീത്ത കേട്ടു. അതിന് ഞാൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തപ്പോൾ ദേഷ്യം മാറുകയും ചെയ്തു. ഇവൻ്റെ ഒരു കാര്യം, വാ വന്ന് ചായ കുടിക്കാൻ നോക്ക്. ഞാൻ അതിനൊന്ന് മൂളി കുളിക്കാൻ വേണ്ടി പോയി. പിറ്റേന്ന് രാവിലെ അവൻ വന്നു, എന്നെ വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് പല്ല് തേച്ചെന്ന് വരുത്തി അവൻ്റെ കൂടെ പോയി. അവൻ നേരെ എന്നെ കൊണ്ടുപോയത് ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികളെ കണ്ടു. അവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ അവൻ എന്നെ കൊണ്ടുപോയി വയലും അവർ കുളിക്കുന്ന കുളവും തോടുമൊക്കെ കാണിച്ചു തന്നു. പിന്നെ അവൻ കുറച്ച് ദൂരെ ഒരു മലയുടെ മുകളിലേക്ക് ചൂണ്ടി അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും അവിടെ നിന്നാണ് വെള്ളം തോട്ടിലേക്ക് വരുന്നതെന്നും പറഞ്ഞു. എന്നാൽ നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ ചോദിച്ചു. നമ്മൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണെന്ന് അവൻ പറഞ്ഞു. അവിടെ വലിയൊരു കാടാണ്. പാടത്തു നിന്നും വീടുകളിൽ നിന്നും കിട്ടുന്ന പാമ്പുകളെ വെള്ളം കയറുന്ന സമയത്ത് കാര്യമാണ് കേട്ടോ അവിടെയാണ് കൊണ്ടുപോയി ഇടാറ്. മാത്രമല്ല അപകടകാരിയായ പല മൃഗങ്ങളുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട് മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. മൊത്തം കണ്ടില്ലേലും പ്രധാന ഭാഗങ്ങളൊക്കെ. പിന്നീടുള്ള ദിവസങ്ങളിൽ പുതിയ കൂട്ടുകാരായി, പുതിയ സ്ഥലങ്ങൾ കണ്ടു, അയൽവാസികളെ പരിചയമായി. മൊത്തത്തിൽ ആ നാടുമായി ഞാൻ ഇണങ്ങിച്ചേർന്നു. ഇനി കഥാനായികയുടെ വരവിലേക്ക്. അങ്ങനെ വേനലവധി ഏകദേശം തീരാറായ സമയത്ത് എനിക്ക് നീന്തൽ പഠിക്കാൻ അതിയായ ആഗ്രഹം വന്നു. എൻ്റെ അടുത്ത കൂട്ടുകാരനായ സിനാനെ വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. എടാ സിനാനെ, എനിക്ക് നീന്തൽ പഠിക്കണം, നമുക്ക് കുളത്തിൽ പോയാലോ? അപ്പോൾ അവൻ പറഞ്ഞു, എടാ എനിക്ക് ചെറിയ രീതിയിൽ മാത്രം നീന്തൽ അറിയുള്ളൂ, നമുക്ക് റസീനെ വിളിക്കാം. റസീൻ നായികയുടെ അനിയനാട്ടോ. അവനെ എനിക്ക് ഗ്രൗണ്ടിൽ വെച്ച് പരിചയമുണ്ട്. എന്നാ വാ എന്നും പറഞ്ഞ് അവനെ തേടി അവൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് 5-6 വീട് കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തി ബെല്ലടിച്ചു. വാതിൽ തുറന്ന് ഒരു ഇരുനിറക്കാരി പുറത്തോട്ട് വന്നു. കാന്തം പോലെ കുത്തിവലിക്കുന്ന കണ്ണുകളുള്ള ഒരു ഇരുനിറക്കാരി. കണ്ടാൽ എന്നേക്കാൾ ഒരു 3-4 വയസ്സ് പ്രായം തോന്നും. അവൾ സിനാനോട്, എന്താ സിനാനെ ഈ വഴിക്ക്? എന്നെ ചൂണ്ടി ഇതാരാണെന്ന് ചോദിച്ചു. അവൻ എന്നെ പറ്റിയും എൻ്റെ വീട്ടുകാരെ പറ്റിയും പുതിയ താമസക്കാരാണെന്നുമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അതിന് മറുപടിയായി അവൾ എന്നെ നോക്കി ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. പരിചയമില്ലാത്തൊരു പെണ്ണായിട്ട് പോലും അവരുടെ ചിരിയിൽ ലയിച്ചറിയാതെ ഞാനും പുഞ്ചിരിച്ചു. പിന്നെ എന്നിൽ നിന്ന് നോട്ടം മാറ്റി അവനോട് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. റസീൻ ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, സ്കൂളില്ലാത്തത് കൊണ്ട് അവൻ ഉമ്മാൻ്റെ വീട്ടിലാണ്. സ്കൂൾ തുറന്നിട്ടേ വരൂ. എന്താ കാര്യം? അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ഓ അതാണോ, റസീൻ വന്നാൽ അവനോട് പറയാട്ടോ എന്നും പറഞ്ഞു. വീണ്ടും അതേ പുഞ്ചിരി. പുല്ല് ആളെ മയക്കാനായിട്ട് മനസ്സിലോർത്തു ഞാൻ.
ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇറങ്ങുമ്പോൾ അവൾ എന്നെ ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കിയതായി ഞാൻ ശ്രദ്ധിച്ചു. തിരിച്ച് നടക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ അതാരാ? അത് റസീൻ്റെ ഇത്താത്തയാ, അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നും പറഞ്ഞു. ഓ, എന്നേക്കാൾ 7 വയസ്സിന് മൂത്തതാട്ടോ അവൾ. വേറൊന്നും ഞാൻ ചോദിച്ചില്ല, വേറൊന്നും അവൻ പറഞ്ഞതുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സ്കൂൾ തുറക്കാറായി. അതിനിടെ ആരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ നീന്താൻ പഠിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം എന്നെ പുതിയ സ്കൂളിൽ 7ാം ക്ലാസ്സിലേക്ക് ചേർത്തു. അവർ 2 പേരും, അതായത് റസീനും സിനാനും എൻ്റെ ക്ലാസ്സിലാണെന്നുള്ളത് എനിക്ക് വലിയ ആശ്വാസം നൽകി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. 7ൽ നിന്ന് 8ാം ക്ലാസ്സിലേക്കും അത് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്കും എത്തി. അതിനിടയ്ക്ക് 2-3 തവണ ഞാൻ അവളെ കണ്ടിരുന്നു. അപ്പോഴൊക്കെ അവൾ എന്നോട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുമായിരുന്നു. ഞാൻ അതൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ചെറിയ പ്രായമല്ലേ. അങ്ങനെ 9ാം ക്ലാസ് പകുതിയാകുന്ന സമയത്താണ് ആ ട്വിസ്റ്റ് നടക്കുന്നത്. ഞങ്ങൾ സ്വന്തമായി വീട് വെക്കാൻ നോക്കിയിരുന്നു, പക്ഷേ ഒന്നും നടന്നിരുന്നില്ല. ഇപ്പോൾ താമസിക്കുന്നത് തറവാട്ടിലാട്ടോ. അങ്ങനെ ഇരിക്കെയാണ് റസീൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടുകാർ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചത്. ആ കാര്യം എൻ്റെ ഉപ്പാനോട് ആരോ ഒരാൾ പറയുകയും ആ വീട് ഞങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഓടിട്ട 3 ചെറിയ റൂമുകളുള്ള വീടായിരുന്നു. ഞങ്ങൾ സാമ്പത്തികമായി മുൻപന്തിയിലല്ല. പഴയ വീട് ഞങ്ങൾക്ക് തറവാട് വീടാവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ വല്യുമ്മ, എളാപ്പ, എളാമ്മ, ഇവരുടെ 2 കുട്ടികൾ എന്നിങ്ങനെയാണ് അവിടെ താമസം. ഞങ്ങൾ സിറ്റിയിൽ നിന്നും പോരുമ്പോൾ എളാമ്മ ഗർഭിണിയായിരുന്നു. പിന്നെ ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി കൂടി ഉണ്ടായി. എൻ്റെ 14ാം വയസ്സിലാണ് ഞങ്ങൾ തറവാട്ടിൽ നിന്നും മാറി താമസിച്ചത്. തറവാട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി ഞങ്ങൾ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണ്. എടാ ഷഹാനെ എന്ന വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അവനും അവൻ്റെ ഉമ്മയും അവരുടെ പിന്നിലായി അവളും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ കയ്യിൽ ഒരു ട്രേയിൽ ജ്യൂസ് നിറച്ച ഗ്ലാസ്സുകളും ഉണ്ടായിരുന്നു. അവർ വന്ന് അയൽവാസി എന്ന നിലയിൽ ഞങ്ങളോട് വിശേഷമൊക്കെ തിരക്കി. നാട്ടുകാരായതുകൊണ്ട് തന്നെ നേരത്തെ ചെറിയ പരിചയമുണ്ടായിരുന്നു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും അവൾ ജ്യൂസുകൾ കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ ഉമ്മ അവളുടെ ഉമ്മയോട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊന്നും സാരമില്ല, നിങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ, ഇതിരിക്കട്ടെ എന്നും അവളുടെ ഉമ്മ പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അവരുടെ സംസാരത്തിൽ നിന്നും അവളുടെ പേരും ഉമ്മാൻ്റെ പേരുമൊക്കെ അറിയാൻ കഴിഞ്ഞു. അവളുടെ പിതാവ് ഗൾഫിലാണ് കേട്ടോ. അത് റസീൻ വഴി നേരത്തെ എനിക്കറിയാമായിരുന്നു. പിന്നെ ആ നാട്ടിലെ പേരുകേട്ട തറവാടും അവരുടേതാണ്. സാമ്പത്തികമായും ഞങ്ങളെക്കാൾ മുൻപന്തിയിലായിരുന്നു. അങ്ങനെ ട്രേയുമായി അവൾ എൻ്റെ അടുത്തെത്തി. ഞാൻ ജ്യൂസിൻ്റെ ഗ്ലാസ് എടുത്ത് കുടിക്കാൻ നേരം വെറുതെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നെ തന്നെ നോക്കിയിരുന്ന അവൾ പെട്ടെന്ന് അവളുടെ കണ്ണുകളെ പിൻവലിച്ച് അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൾ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുന്ന സമയത്ത് ആ കണ്ണുകളിൽ ഞാനൊരു തിളക്കം കണ്ടിരുന്നു. അതിനെപ്പറ്റി പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. കാരണം പിന്നെ അവൾ എന്നെ നോക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ പിന്നെ എൻ്റെ പഠന സാധനങ്ങളും മറ്റും അടുക്കി വെക്കുന്ന തിരക്കിലായി. അങ്ങനെ ആ ദിവസം മെല്ലെ കടന്നുപോയി. പുതിയ അയൽവാസികളൊക്കെ നല്ല ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരും നല്ല സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾക്കാകെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് കുടിവെള്ളത്തിനായിരുന്നു. ഈ വീട്ടിൽ കുഴൽ കിണറാണ്. അതുകൊണ്ട് തന്നെ ചായ വെക്കാനും കുടിക്കാനും അത് ഉപയോഗിക്കാറില്ലായിരുന്നു. അതിന് പരിഹാരമായി അവളുടെ വീട്ടിൽ നിന്ന് വെള്ളമെടുക്കാൻ അവർ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിരുന്നു. അവളുടെ വീട്ടിൽ കിണറുണ്ട്. ഈ കഥയിൽ കിണറിന് ചെറിയൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വീടും പരിസരവുമൊക്കെ ഒന്ന് വീക്ഷിച്ചു. ചെറിയ വീടാണെങ്കിലും വിശാലമായ മുറ്റം കൊള്ളാം. ഉമ്മറത്ത് നിന്ന് നോക്കിയ അവളുടെ വീടിൻ്റെ സിറ്റൗട്ടും ഏകദേശ ഭാഗങ്ങളുമൊക്കെ കാണാമായിരുന്നു. ഞാൻ ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് വെറുതെ അവളുടെ വീട്ടിലേക്ക് നോക്കി. പെട്ടെന്ന് അവൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ചൂലുമായി അവിടെയൊക്കെ അടിച്ചു വാരാൻ തുടങ്ങി. അടിച്ചു വാരുമ്പോഴും അവളുടെ ശ്രദ്ധ ഞാനിരിക്കുന്ന ഭാഗത്താണെന്ന് അവളുടെ അടിച്ചുവാറിൽ നിന്നും മനസ്സിലായി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതിനിടെ ഉമ്മ വന്ന് ചായ കുടിക്കാൻ വിളിച്ചു.
ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അനിയത്തി അവിടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പുഞ്ചിരി നൽകി അവളുടെ അടുത്തിരുന്ന് ചായ കുടിച്ചു. അനിയത്തെ പറ്റി പറയുകയാണെങ്കിൽ അവളിപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കും അടിപിടിയുമൊക്കെ പൊതുവേ കുറവാണ്. അങ്ങനെ പ്രാതലൊക്കെ കഴിഞ്ഞു. സ്കൂളിൽ പോകേണ്ട കാര്യം ഉമ്മ ഓർമ്മിപ്പിച്ചു. അങ്ങനെ സ്കൂളിൽ പോയി. വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്ന് കളിക്കാനും മറ്റുമൊക്കെ പോയി. സാധാരണയിൽ എൻ്റെ ഒരു ദിവസം എന്നത് രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, കളിക്കാൻ പോകുന്നു, ചില ദിവസം ചായയ്ക്ക് വെള്ളമെടുക്കാൻ അവളുടെ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ കളി കഴിഞ്ഞ് രാത്രി ഉമ്മറത്തിരുന്ന് പഠിക്കും, പിന്നെ ഉറങ്ങാൻ പോകും. മിക്ക ദിവസങ്ങളിലും ഇതുതന്നെയാണ്. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. 9ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. വേനലവധിയായി. ഇതിനിടയ്ക്ക് ഞാൻ അവളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഉമ്മറത്തിരിക്കുമ്പോൾ അവളും ഉമ്മറത്ത് വന്നിരിക്കുക, അടിച്ചു വാരാനെന്ന വ്യാജേന ഇടം കണ്ണിട്ട് നോക്കുക, ചെടി നനയ്ക്കാനാണെന്ന വ്യാജേന എന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇടയ്ക്ക് വെള്ളമെടുക്കാൻ അവളുടെ വീട്ടിൽ പോകുമ്പോൾ അവൾ എന്നെ കണ്ണുകളിൽ ഒരു പ്രത്യേക സ്നേഹത്തിൽ നോക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവളെ നോക്കി ഞാൻ ചെറുതായൊന്ന് പുഞ്ചിരിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഞാനൊരു തിളക്കവും മുഖത്ത് സന്തോഷവും കണ്ടിരുന്നു. അതെന്നിലും ചില മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അവളെ എന്നും കാണാനും ചെറിയൊരിഷ്ടം അവളോട് ഉടലെടുക്കാനും തുടങ്ങി. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. സ്കൂൾ തുറന്നു. 10ാം ക്ലാസ്സിലേക്കായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു ഞായറാഴ്ച ഞാനും കൂട്ടുകാരും കുളത്തിൽ കുളിക്കാൻ പോയി. അന്ന് കുറേ സമയം ഞങ്ങൾ കുളത്തിൽ ചിലവഴിച്ചു. തൽഫലമായി എനിക്കന്ന് രാത്രി ശക്തമായ തലവേദനയും കുളിരും അനുഭവപ്പെട്ടു. പിറ്റേന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിൽ പനി വന്നു. അങ്ങനെ 2 ദിവസം സ്കൂളിൽ പോകാനോ പുറത്തിറങ്ങാനോ പറ്റിയില്ല. ഞാൻ പനിച്ച് കിടക്കുന്ന ഒരു ദിവസം ഞാൻ റൂമിൽ വെറുതെ മേൽപോട്ട് നോക്കി കിടക്കുകയായിരുന്നു. മുറ്റത്ത് നിന്ന് ഷഹല ഷഹല എന്ന വിളി കേട്ട് എൻ്റെ അനിയത്തി അങ്ങോട്ട് വരുന്നതും എന്താ ഇത്ത എന്ന മറുപടി കൊടുക്കുന്നതും ഞാൻ കേട്ടു. എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടും ഞാൻ കിടക്കുന്ന മുറിയും അടുത്തടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ആര് സംസാരിച്ചാലും റൂമിലേക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. മാത്രമല്ല എൻ്റെ റൂമിൻ്റെ ജനൽ വഴി അവളുടെ വീടിൻ്റെ സിറ്റൗട്ട് കാണാമായിരുന്നു. പക്ഷേ അവളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നും എൻ്റെ റൂമിൻ്റെ ജനൽ കാണാൻ പ്രയാസമായിരുന്നു. വന്നത് മറ്റാരുമല്ല, അവളായിരുന്നു. ഇന്ന് കറുമൂസ പപ്പായ നിൻ്റെ ഉമ്മ ചോദിച്ചിരുന്നു. താങ്ക്സ് ഇത്ത, അനിയത്തി പറഞ്ഞു. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ടിത്ത, ഞാൻ പോകാൻ റെഡിയാവുമായിരുന്നു. അവൾ ചെറുതായി ഒന്ന് ശങ്കിച്ചു. പതിയെ എന്നാൽ പെട്ടെന്ന് ചോദിച്ചു, ഷാനു എവിടെയില്ലേ? എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഉണ്ട്, ഇക്കാക്ക് പനിയാണ്, പുറത്തോട്ടൊന്നും പോയിട്ടില്ല. എൻ്റെ റൂമിന് നേരെ ചൂണ്ടിക്കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് എന്നവൾ പറഞ്ഞു. പെട്ടെന്ന് അവൾ എന്നെ ചോദിച്ചത് ഞാൻ കേട്ട് കാണുമോ എന്ന ചമ്മലിൽ എന്നാ ശരിയെന്നും പറഞ്ഞ് ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ച് അവൾ പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവൾക്ക് എന്നോട് എന്തോ ഇഷ്ടമുണ്ടെന്നും അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് അതാണെന്നും ഉറപ്പായി. എൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷാനു അവിടെ ഇല്ലേ? എൻ്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടം കൂടി. അതെൻ്റെ മുഖത്തും പ്രതിഫലിച്ചു. എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഉമ്മച്ചി, ഈ കാക്ക ഇതാ വെറുതെ ചിരിക്കുന്നു. പനിച്ച് വട്ടായെന്നാ തോന്നണേ. വേറെ ആര് വാതിൽക്കൽ? എനിക്കുള്ള കഞ്ഞിയുമായി എൻ്റെ അനിയത്തി. പോടി, വട്ട് നിനക്ക്, മര്യാദയ്ക്ക് സ്കൂളിൽ പോ. ഓ ശരി. ടേബിളിൽ പാത്രം വെച്ച് കഞ്ഞി ഇവിടെ ഉണ്ട്, കുടിക്ക്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പിന്നെ പനിയൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നിയപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. മെല്ലെ പടിയിൽ വന്നിരുന്നു. ഞാൻ അവളുടെ വീട്ടിലേക്ക് പതിയെ നോക്കി. എന്നെ കാത്തുന്നപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നെ നോക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ അറിയാത്ത രൂപത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മനസ്സ് വായിച്ചെന്ന പോലെ ആ മുഖത്ത് ഞാനൊരു വാത്സല്യത്തോടെയുള്ള പുഞ്ചിരി കണ്ടു. അതെനിക്കൊരാശ്വാസം നൽകുകയും അവളോട് എനിക്കിഷ്ടം കൂടി വരികയും ചെയ്തു. ഇടകണ്ണിട്ട് ഞാൻ അവളെ നോക്കുകയും അവൾ എന്നെ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ
ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ കൂടുതൽ സന്തോഷിക്കുന്നതായി കണ്ടു. കുറച്ച് സമയത്തിന് ശേഷം അവളുടെ ഉമ്മ ഉമ്മറത്തേക്ക് വന്നപ്പോൾ അവളൊന്നും അറിയാത്ത പോലെ അവളുടെ ഒരു പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ വീട്ടുകാർ അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാനും പിന്നെ വെറുതെ ഒരു സംശയത്തിനിടയാക്കേണ്ടെന്ന് കരുതി അവിടെ നിന്ന് എഴുന്നേറ്റു. റൂമിൽ പോയി കിടന്നു. ക്ഷീണം എന്നെ വിട്ടു മാറിയിട്ടില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പനിയും ക്ഷീണവുമൊക്കെ മാറി ഞാൻ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങി. ഞാനും അവളും സംസാരമൊന്നുമില്ലെങ്കിലും കണ്ണുകൾ കൊണ്ടുള്ള നോട്ടവും മറ്റും മുൻപത്തതിനേക്കാൾ കൂടുതലായി. ഞാൻ സ്കൂളിൽ പോകുന്ന സമയവും വൈകിട്ട് വരുന്ന സമയവും രാത്രി ഞാൻ ഉമ്മറത്ത് വന്ന് പഠിക്കുന്ന സമയവുമൊക്കെ അവൾ എന്നെ നോക്കിയും ഞാൻ അവളെ നോക്കിയുമൊക്കെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന സമയം അവളുടെ വീട്ടിൽ കുറച്ചാളുകൾ. ഇതിപ്പോൾ ആരാണ്? വല്ല വിശേഷവും നടക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു. കുറച്ച് പേരെയൊക്കെ എനിക്ക് മനസ്സിലായി. മറ്റ് ചിലർ ഈ നാട്ടുകാരല്ല എന്നും മനസ്സിലായി. ഞാൻ ഉമ്മറത്ത് നിന്ന് പതിയെ അടുക്കളയിലോട്ട് നീങ്ങി. ഉമ്മച്ചി, ഞാൻ നീട്ടി വിളിച്ചു. എന്താടാ കിടന്ന് കാറുന്നത്? ഞാൻ ഇവിടെ ഉണ്ട്. റസീൻ്റെ വീട്ടിൽ എന്താ പരിപാടി? അവിടെ ആരൊക്കെ ഉണ്ടല്ലോ ഉമ്മച്ചി. ഉമ്മയോട് കാര്യം തിരക്കിയപ്പോൾ ഓ അതോ, ഓളെ പെണ്ണ് കാണാൻ വന്നതാ. അത് കേട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്തെ ഭാവം മാറാതിരിക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു. അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഉമ്മയോട്, എവിടെ നിന്നാ ചെറുക്കൻ? എന്താ ഇത്ര പെട്ടെന്ന്? അതൊന്നും എനിക്കറിയില്ല. അത് അവളുടെ ഉപ്പാൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ ബന്ധത്തിലുള്ളൊരു ചെറുക്കനാണ്. അത്രേ എനിക്കറിയൂ. ഓ, പിന്നെ അവളുടെ ഉപ്പ അടുത്ത ആഴ്ച വരും. എൻ്റെ വിഷമം മറച്ച് ഞാൻ കൂടുതൽ സംശയത്തിനിടയാക്കാതെ, ഉമ്മച്ചി ചായയുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ട്, എടുത്തു കുടിച്ചോ. ഓ ശരി. ഞാൻ ചായയുമായി ഉമ്മറത്തേക്ക് നടന്നു. തിണ്ണയിൽ പോയിരുന്നു. ഞാൻ അവളുടെ വീട്ടിലേക്ക് നോക്കി. റസീനെ ഞാൻ അവിടെ കണ്ട്. ഞാൻ കൈവീശി കാണിച്ചു. അവൻ തിരിച്ചു. ഞാൻ കൈകൊണ്ട് ആംഗ്യത്തിൽ എനിക്കറിയാമായിരുന്നിട്ടും എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു. അവൻ കൈകൊണ്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു അകത്തേക്ക് പോയി. ഇന്ന് റസീൻ ക്ലാസ്സിൽ വന്നിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. റസീൻ ഒന്നും എന്നോട് പറയാഞ്ഞതിൽ എനിക്ക് ചെറിയ വിഷമം തോന്നി. ഞാൻ അവളെ ഒരുപാട് തിരഞ്ഞു നോക്കിയെങ്കിലും അവിടെ എങ്ങും കണ്ടില്ല. തിരക്കിലാവുമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുടിച്ച ഗ്ലാസ് കഴുകി വെച്ച് കുളിക്കാൻ പോയി. അന്ന് ഞാൻ കളിക്കാനൊന്നും പോയില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകും വഴി ഞാൻ അവനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അതോ, അതെൻ്റെ ഇത്താത്തയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നതാണ്. ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് എന്തായി? ഏകദേശം ഉറപ്പായ മട്ടാണ്. എൻ്റെ ഉപ്പ അടുത്ത ആഴ്ച വരും, എന്നിട്ട് ഉറപ്പിക്കുമായിരിക്കും. ഞാൻ ഇനി എന്ത് ചോദിക്കണമെന്നറിയാതെ കുറച്ചു നേരം നിന്നു. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു, ചെറുക്കന് നിൻ്റെ ഇത്തയെ ഇഷ്ടപ്പെട്ടോ? അതെ. ഇത്തക്കോ? അത് ചോദിക്കുമ്പോൾ എൻ്റെ നാവിനെന്തോ ഭാരമുള്ള പോലെ തോന്നി. എൻ്റെ ഇത്ത ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കും സമ്മതമായിരിക്കും. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അവൻ വേറെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു തരം മൂകത തളം കെട്ടി നിന്നു. സ്കൂളിൽ എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അടുത്തിരിക്കുന്ന കൂട്ടുകാർ എൻ്റെ മുഖം കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയും ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കൂട്ടുകാരോട് ഞാൻ ഇന്ന് കളിക്കാൻ വരില്ലെന്നും മറ്റും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ വീട്ടിലേക്കൊന്ന് പാളി നോക്കി. അവൾ ഇരിക്കുന്ന സ്ഥലം ശൂന്യമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ ഞാൻ പുറത്തേക്കൊന്നും അങ്ങനെ കാണാതായി. ഇടയ്ക്ക് 1-2 തവണ കണ്ടെങ്കിലും അവൾ മുഖം തരാതെ ഒഴിഞ്ഞു മാറി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞതെല്ലാം എൻ്റെ തോന്നലാണെന്നും അനിയൻ്റെ പ്രായമുള്ള എന്നെ അവൾ എങ്ങനെ പ്രേമിക്കാനാണെന്നും. അവൾ കല്യാണത്തിന് സമ്മതിച്ചു കാണുമെന്നും വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവളെ ഇനി നോക്കി ശല്യം ചെയ്യേണ്ടെന്നും ഞാൻ എൻ്റെ SSLC പരീക്ഷ മുന്നിൽ കണ്ട് നന്നായി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ഉമ്മറത്ത് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം ചിലവഴിച്ചു. അങ്ങനെ അവളുടെ ഉപ്പ വരുന്ന ദിവസം വന്നെത്തി. രാവിലെ റസീൻ്റെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഷാനു, എടാ ഷാനു. ഞാൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. എന്താടാ രാവിലെ തന്നെ?
ഇന്നെൻ്റെ ഉപ്പ വരും, ഉപ്പാനെ കൊണ്ടുവരാൻ നീ എയർപോർട്ടിൽ പോരുന്നോ? ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ പോയി അവൻ്റെ ഉപ്പാനെ കൂട്ടി വന്നു. ഞങ്ങൾ ചെറുതായി ഒന്ന് പരിചയപ്പെട്ടു. എത്തിയ ഉടനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിന്നെയും ദിവസങ്ങൾ നീങ്ങി. ഇതിനിടയിൽ അവളെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ച ദിവസം രാത്രിയിൽ ഞാൻ ഉമ്മറത്തിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതാ കയ്യിലൊരു കവളുമായി അവൾ വരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ഉമ്മറത്ത് നിൽക്കുന്ന എന്നെ കണ്ടതും ആ കവർ എൻ്റെ നേരെ നീട്ടി. ഞാനത് വാങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണിൽ സങ്കടം തളം കെട്ടി നിൽക്കുന്നത് കണ്ടു. അത് കണ്ട് ആ സന്ദർഭം മാറ്റാനായി ഞാൻ ഇതിലെന്താ പലഹാരങ്ങളാണോ എന്ന് ചോദിക്കാൻ നിന്നതും അവൾ എന്തോ പറയാൻ വന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഷാനു എന്നും വിളിച്ച് എൻ്റെ ഉമ്മ ഉമ്മറത്തേക്ക് വന്നു. എടാ ഒന്ന് കടയിൽ. പെട്ടെന്ന് അവളെ കണ്ട് എൻ്റെ ഉമ്മ സംസാരം നിർത്തി. അല്ല, ആരിത്? അവളുടെ പേര് വിളിച്ചു. മോളോ? എന്താ അവിടെ നിൽക്കുന്നത്? കയറിയിരിക്ക്. പെട്ടെന്ന് അവൾ മുഖം എന്നിൽ നിന്ന് തിരിച്ച് ഉമ്മാനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. എൻ്റെ ഉമ്മ, ആ ചിരിയിൽ ആരാണ് വീണു പോകാത്തത്? ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ ഉമ്മായോട് സംസാരിക്കുന്ന സമയമൊക്കെയും അവളുടെ കണ്ണുകൾ എന്നിലേക്ക് വീഴാതിരിക്കാൻ അവൾ പാടുപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അവളുടെ വിവാഹം 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നും കല്യാണം ഡേറ്റ് ഉറപ്പിച്ചതിൻ്റെ പലഹാരങ്ങളാണെന്നും മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം അവൾ ഉമ്മയോട് പോകുവാണെന്നും എല്ലാവരോടെന്ന രീതിയിൽ കല്യാണത്തിന് വരണമെന്നും പറഞ്ഞ് പെട്ടെന്ന് അവൾ പോവുകയും ചെയ്തു. അവളുടെ ഈ പ്രവൃത്തിയിൽ നിന്നും അവൾക്കെന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് മനസ്സിലായി. അതെന്നെ ധർമ്മസങ്കടത്തിലാക്കി. ഒരു ഭാഗത്ത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുവൾ, മറ്റൊരു ഭാഗത്ത് അവളുടെ കല്യാണത്തിൽ സന്തോഷിക്കുന്ന അവളുടെ കുടുംബക്കാർ. എൻ്റെ കുടുംബക്കാരറിഞ്ഞാലുള്ള പ്രശ്നം. എൻ്റെ പ്രായം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു. അവസാനം എല്ലാം എൻ്റെ വിധിയെന്നും എല്ലാം മറക്കാമെന്നും വിചാരിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഞാൻ അവളെ കാണുന്നത് കുറഞ്ഞു. അവൾ കല്യാണത്തിൻ്റെ തിരക്കിലായിരിക്കുമെന്ന് ഞാൻ കരുതി. അതെന്നിൽ തെല്ലൊരാശ്വാസം നൽകി. ഞാൻ എൻ്റെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം വന്നെത്തി. അയൽവാസി എന്ന നിലയിൽ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ അവരെ സഹായിച്ചു. ഇടയ്ക്കൊന്ന് അവളെ ഞാൻ കണ്ടപ്പോൾ അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു. ഞാനും പിന്നെ മുഖം കൊടുക്കാൻ പോയില്ല. അവൾ സന്തോഷത്തിലാണെന്നുള്ളത് എന്നെ സന്തുഷ്ടനാക്കിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവ് അനുഭവപ്പെട്ടു. പിറ്റേന്ന് അവൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ കണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവൾ പോയി 1 മാസത്തോടടുക്കുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ അവളും ഭർത്താവും സൽക്കാരത്തിനും മറ്റും വന്നിരുന്നു. ക്ലാസ് ഉള്ളതിനാൽ വന്നു പോയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അവളെ ഒരു നോക്ക് കാണാൻ കൊതിയായി. എനിക്ക് അവളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. കാത്തിരുന്ന ദിവസം വന്നെത്തി. 1 മാസത്തിന് ശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വന്നു. ഞാനപ്പോൾ സ്കൂളിലായിരുന്നു. സ്കൂൾ വിട്ട് വൈകുന്നേരം ഞാൻ വീട്ടിലെത്തി ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ എന്നോട്, ഷാ, വെള്ളം തീർന്നു, നീ ചായ കുടിച്ചു കഴിഞ്ഞ് ആ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവാ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ ബക്കറ്റെടുത്ത് അവിടേക്ക് നടന്നു. പുറത്ത് ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കിണറ്റിൻകരയിലേക്ക് നടന്നു. വെള്ളമെടുക്കാൻ കിണറ്റിൻ്റെ മുകളിലെ വല മാറ്റി ഗ്രില്ല് പതിയെ നീക്കാൻ തുടങ്ങി. പെട്ടെന്ന് അകത്തു നിന്നും പരിചയമുള്ളൊരു ശബ്ദം. ഞാനിതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതവളല്ലേ? അവൾ വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെവി ഒന്നും കൂടെ കൂർപ്പിച്ചു. എൻ്റെ ശ്രദ്ധ മാറി. പെട്ടെന്ന് വെള്ളം കോരുന്ന പാളയും കയറും കൂടെ ഗ്രില്ലിൽ നിന്നും കിണറ്റിലേക്ക് പതിച്ചു. അതിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിയ എൻ്റെ കയ്യിൽ നിന്നും ബക്കറ്റ് തറയിലേക്ക് വീണു. ശബ്ദം കേട്ട് വാതിൽ തുറന്നു വന്ന അവൾ എന്നെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവൾ പതിയെ എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ വാത്സല്യം നിറച്ച് വളരെ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് ചോദിച്ചു, എന്തുപറ്റി? വെള്ളം എടുക്കാൻ വന്നാണോ? ഞാൻ അതേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ വന്നതും മോളെ എന്താ അവിടെ ഒരു ശബ്ദം കേട്ടതെന്നും ചോദിച്ച് അവളുടെ ഉമ്മ അങ്ങോട്ട് വന്നു.
അതിന് മറുപടിയായി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ബക്കറ്റ് വീണതാണെന്നും പാള കിണറ്റിൽ പോയെന്നും പറഞ്ഞു. ഞാൻ വേഗം ബക്കറ്റെടുത്ത് കിണറ്റിൽ നിന്നും വെള്ളം നിറച്ചു. ഭാഗ്യത്തിന് കയറിൻ്റെ ഒരു തല കിണറ്റിലെ കമ്പിയിൽ കെട്ടിയിരുന്നത് കൊണ്ട് പാള വലിച്ചെടുക്കാൻ പറ്റി. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഞാൻ അവിടുന്ന് പോന്നു. വാതിൽ തുറന്നു വന്ന് എന്നെ കണ്ടപ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ തിളക്കത്തിന് മുൻപത്തേതിനേക്കാൾ തീവ്രത ഉണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അവൾ പോയി. അവൾ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പഴയതുപോലെ വീണ്ടും കാണാൻ തുടങ്ങിയിരുന്നു. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉമ്മറത്ത് വന്നിരിക്കും. അവൾ അത് പ്രതീക്ഷിച്ച് അവിടെ മുറ്റമടിക്കുകയോ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയോ ചെയ്യുന്നുണ്ടാകും. അതിനിടയിൽ ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടും. കണ്ണുകൾ കഥ പറയും. സ്കൂളിലേക്ക് പോകാൻ സമയമാകുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഞാൻ പോകുന്നത് നോക്കി അവൾ ഉമ്മറത്തിരിക്കും. ഞാൻ കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് തിരിക്കും. സ്കൂൾ വിട്ട് വരുമ്പോഴും അവൾ അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് രാത്രി ഞാൻ പഠിക്കാൻ വേണ്ടി ഉമ്മറത്ത് വന്നിരിക്കും. എന്നെ കാത്തുന്ന പോലെ അവൾ ഉമ്മറത്തിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. SSLC മോഡൽ എക്സാം ആവാറായി. അതിനിടയ്ക്ക് അവൾ ഓരോ മാസത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രണയത്തിൻ്റെ തീവ്രത നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മോഡൽ എക്സാമിൻ്റെ ദിവസം വന്നെത്തി. അതിനിടയിൽ ഞാനൊരു കാര്യം അറിഞ്ഞു. അവൾ ഗർഭിണിയാണെന്ന്. എൻ്റെ സ്വന്തമല്ലെങ്കിലും എൻ്റെ പെണ്ണൊരു ഉമ്മയാകാൻ പോകുന്നത് മറ്റുള്ളവരെക്കാൾ എന്നെ വളരെയധികം സന്തോഷവാനാക്കി. ഇതൊക്കെ ഞാൻ അവളുടെ അനിയൻ വഴിയാട്ടോ അറിയുന്നത്. അവളെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അവൾ വീട്ടിലേക്ക് വരുന്ന ദിവസം കാത്ത് ഞാനിരുന്നു. അങ്ങനെ എൻ്റെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞു. അവളുടെ പ്രസവത്തിന് കുറച്ചാഴ്ചകൾക്ക് മുമ്പായി അവൾ അവളുടെ വീട്ടിലേക്ക് വന്നു. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവളെ ഒന്ന് അടുത്ത് കാണാനായി എന്തെങ്കിലും വഴിയുണ്ടോ എന്നാലോചിച്ചു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ വേഗം ഉമ്മാൻ്റെ അടുക്കലേക്ക് ഓടി. ഉമ്മാൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഞാൻ ഓട്ടം നിർത്തി സാധാരണ രീതിയിൽ ഉമ്മാനെ വിളിച്ചു. ഉമ്മച്ചി. എന്താടാ? അത് റസീൻ്റെ ഇത്ത വന്നിട്ടുണ്ട്. ഉമ്മച്ചി അവളെ കാണാൻ പോകുന്നില്ലേ? ഉമ്മ മീൻ മുറിക്കുന്ന പാത്രം കാണിച്ചിട്ട് ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരഞ്ഞിരിക്കുമായിരുന്നു. ഓ ഈ ഉമ്മച്ചിക്ക് മീൻ മുറിക്കാൻ കണ്ട നേരം സൂത്രത്തിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പിറുപിറുത്തു. എന്താ പിറുപിറുക്കുന്നത്? ഒന്നുമില്ല ഉമ്മച്ചി എന്നും പറഞ്ഞ് ഞാൻ ക്ഷമയോട് അപ്പുറത്തേക്ക് പോയി. ക്ഷമ കെട്ട് ഞാൻ ഇടയ്ക്ക് ഉമ്മറത്തേക്കൊന്നും പോയി നോക്കിയെങ്കിലും ആളെ അവിടെ എങ്ങും കണ്ടില്ല. വന്ന് ഫ്രഷ് ആവുമായിരിക്കും. നോക്കാം. ഞാൻ നെടുവേർപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷം ഉമ്മ എന്നോട് വന്ന് ഞാൻ അവിടെ ഒന്ന് പോയി വരാം എന്ന് പറഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. ഇതൊരവസരമായി കണ്ട് ഞാനും ഉമ്മാൻ്റെ പുറകെ വെച്ച് പിടിച്ചു. ഞാൻ ഓടിച്ചെന്ന് ഉമ്മാൻ്റെ തോളിൽ കൈയിട്ടു. കവിൾ പിടിച്ചാട്ടി. വിടടാ, നിനക്കെന്താ പതിവില്ലാത്തൊരു സ്നേഹം? വല്ല ലൈനും വന്ന് വീണോ? ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. പിന്നെ ആ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് മോഡൽ എക്സാമിൽ അത്യാവശ്യം മാർക്കുണ്ടെന്നും പറഞ്ഞ് ചിരിച്ചു. എന്നാൽ നിനക്ക് കൊള്ളാം. കാര്യം എനിക്ക് മാത്രമല്ലേ അറിയൂ ഞാൻ അവളെ കാണാൻ പോകുന്ന ത്രില്ലിലാണെന്ന്. അവളുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അവളുടെ ഉപ്പ ഉമ്മറത്തിരിക്കുന്നത് കണ്ടു. ജീവിക്കാൻ ആവശ്യത്തിലേറെ സ്വത്തുള്ളതുകൊണ്ട് മൂപ്പര് തിരികെ പോയില്ല. അവളുടെ ഉപ്പയോട് കളിവർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് നീങ്ങി. റൂമിൽ അവൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അവളിവിടെ ഇനി കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഉമ്മ അവളെ കണ്ടതും മോളെ എന്ന് വിളിച്ചു. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് ഉമ്മയെ നോക്കി. പിന്നെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിറകിൽ എന്നെ കണ്ടപ്പോൾ ആ മുഖത്ത് സന്തോഷം നിറയുന്നതും അവളുടെ ആ കാന്ത കണ്ണുകൾ കൂടുതൽ വികസിക്കുന്നതും ഞാൻ കണ്ടു. എന്നിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് ഞങ്ങളോടിരിക്കാൻ പറഞ്ഞ് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ഉമ്മ പറഞ്ഞു, അതൊക്കെ നിൻ്റെ ഉമ്മ കൊണ്ടുവന്നോളും, നീ വയറും വെച്ച് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അവൾ ഉമ്മാനെ വിളിച്ചു.
ഉമ്മ. അവളുടെ ഉമ്മ അപ്പുറത്തെങ്ങോ ആയതുകൊണ്ടാകാം വിളി കേട്ടില്ല. പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചു. മിക്കതും പ്രസവത്തിനെക്കുറിച്ചും അവളുടെ വീട്ടുകാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ഞാൻ ഉമ്മയുടെ പിറകിൽ ചുമര് ചാരി നിന്ന് അതെല്ലാം ശ്രദ്ധിച്ചു. എൻ്റെ സാന്നിധ്യം അവളെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും എനിക്ക് മനസ്സിലായി. തിരിച്ചെനിക്കും അതുപോലെ തന്നെ. ഞാൻ അവളുടെ മുഖത്തേക്ക് കണ്ണ് ചിമ്മാതെ നോക്കി. ഇരുനിറമുള്ള അവളുടെ മുഖത്തിന് എന്തൊരു ഭംഗിയാണ്! ആ കണ്ണുകൾക്ക് എന്തൊരു അഴകാണ്! ആ ചിരിയാണെങ്കിലോ അതിമനോഹരം. ഭാഗ്യത്തിന് ഉമ്മയുടെ പുറകിലായിരുന്നത് കൊണ്ട് ഉമ്മ കാണുമെന്ന പേടിയില്ലായിരുന്നു. എൻ്റെ നോട്ടം കണ്ടോ എന്തോ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. അതെൻ്റെ മുഖത്തും പ്രതിഫലിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ പോകാൻ വേണ്ടി എഴുന്നേറ്റു. മോളെ, ഞാൻ എന്നാ പോട്ടെ, പണികളൊക്കെ ബാക്കിയുണ്ട്. നിൻ്റെ ഉമ്മാനെ കണ്ടില്ലെന്നും പറഞ്ഞ് എൻ്റെ ഉമ്മ അടുക്കള ഭാഗത്തേക്ക് പോയി. ഞങ്ങൾ തനിച്ചായി. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ ഞാൻ പരുങ്ങി. ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ആൺകുട്ടിയായ എനിക്ക് വരെ നാണം വന്നു. അമ്മാതിരി നോട്ടമല്ലേ നോക്കുന്നത്. എൻ്റെ പരവേഷം കണ്ട് അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ഞാൻ എന്നാ പോട്ടെ എന്നും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവളുടെ നിറവയറിലേക്കൊന്ന് പാളി നോക്കി അവിടുന്ന് മെല്ലെ എൻ്റെ വീട്ടിലേക്ക് നടന്നു എന്നല്ല, ഓടി എന്ന് വേണം പറയാൻ. ഓടിയത് എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ആ ദിവസം മുഴുവനും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പതിവ് പോലെ കണ്ടിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് സ്നേഹം കൈമാറി. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഇതിനിടയിലും ഞങ്ങൾ വീട്ടുകാർക്ക് യാതൊരു സംശയവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ SSLC എക്സാമായി. പരീക്ഷയൊക്കെ ഭംഗിയായി എഴുതി. ഇതിനിടയിൽ അവളെ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവൾക്കൊരു പ്രയാസവും വരുത്തല്ലേ എന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു എന്നറിയാൻ കഴിഞ്ഞു. കുഞ്ഞിനെ കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നതെന്നറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. പക്ഷേ എൻ്റെ സന്തോഷം അവൾ വരുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ദിവസം ഞാൻ ഉമ്മറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഭർത്താവും അവളും കുഞ്ഞും ഉമ്മയും ഉപ്പയും അനിയനുമെല്ലാം ഹോസ്പിറ്റലിൽ നിന്നും വരുന്നത് കണ്ടത്. നിറഞ്ഞ സന്തോഷവും ചിരിയും കളിയും ഒക്കെയായി വരുന്ന അവരെയെല്ലാം ഒന്നിച്ച് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് അവളുടെ ഭർത്താവിൻ്റെ മുഖത്തൊക്കെയുള്ള സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു, ഇത്രയും സന്തോഷമുള്ളൊരു ഫാമിലി അവളുടെ മകൾ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ എന്താകും സ്ഥിതി? ഇത്രയും നാൾ അവൾ അവരെയെല്ലാം വഞ്ചിക്കുകയാണെന്നും അറിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. അവളൊരു വഞ്ചകിയാകുന്നത് കാണാൻ എനിക്കാവില്ലായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവളൊരമ്മയാണ്. അതിനേക്കാളേറെ മറ്റൊരാളുടെ ഭാര്യയാണ്. 2 കുടുംബങ്ങൾ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ ആലോചിച്ച് എൻ്റെ തല പെരുത്തു. ഇല്ല, ആ സന്തോഷം തകർക്കാൻ എനിക്ക് കഴിയില്ല. ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ. ഞാനും അവരെ ചതിക്കുന്നതിന് തുല്യമാണ്. കുറച്ച് നിമിഷത്തെ ആലോചനയ്ക്കൊടുവിൽ ഞാനൊരു തീരുമാനം എടുത്തു. അന്ന് ഉമ്മാൻ്റെ കൂടെ ഞാൻ അവളെ കാണാൻ പോയില്ല. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അവൾ വയ്യാതിരുന്നിട്ടും എന്നെ കാണാൻ ഉമ്മറത്തിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ച് ദിവസം ഞാൻ അങ്ങനെ തന്നെ നടന്നു. ഇനി അഥവാ നോക്കേണ്ടി വന്നാൽ പോലും ഞാൻ മുഖത്ത് വെറുപ്പ് വരുത്തി അവളെ തുറിച്ചു നോക്കി. അത് അവളിൽ വല്ലാത്തൊരങ്കലാപ്പുണ്ടാക്കി. ആ കണ്ണുകളിൽ ഞാൻ സങ്കടവും നിരാശയും വേദനയും ഒക്കെ കണ്ടു. എന്നാലും ഞാൻ പിന്മാറിയില്ല. ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അത് വാക്കുകളിലൂടെ പറയാൻ എനിക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അവളുടെ ആ മുഖം എൻ്റെ മനസ്സിനെ അത്രമേൽ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു. പാവം. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൾ പോയി. അതെനിക്ക് ചെറിയൊരാശ്വാസം നൽകിയെങ്കിലും അവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമല്ലോ എന്നോർത്ത് എൻ്റെ ഉള്ളു നീറി. ദിവസങ്ങൾ കടന്നുപോയി. അവൾ മാസത്തിൽ 1 തവണ വന്നിരുന്നത് 2 ആഴ്ച കൂടുമ്പോഴാക്കി. പിന്നെ അത് ആഴ്ചയൊരിക്കലായി. എന്നെ കാണാൻ അവൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറി. അത് അവളിൽ കൂടുതൽ പ്രയാസമുണ്ടാക്കി. ഞാൻ അകന്നു പോകും തോറും അവൾ അതിൻ്റെ ഇരട്ടി എന്നിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പോകുന്ന വഴിയിൽ അവൾ എന്നെ കാണാൻ ഒന്ന് സംസാരിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചു. അവൾക്ക് ഞാൻ വെറുപ്പുള്ള നോട്ടം മാത്രം തിരിച്ചു നൽകി. കണ്ണുകൾ നിറച്ച് സഹായത്തോടെ എന്നെ നോക്കി നിന്നു.
എൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വഴുതി പോകുന്ന എൻ്റെ ഹൃദയത്തെ ഞാൻ കഠിനമായ ക്ഷമ കൊണ്ട് പിടിച്ചു നിർത്തി. ത്യാഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നിറഞ്ഞ 2 വർഷങ്ങൾ കടന്നുപോയി. ഞാൻ +1 എത്തി. കാലം പിന്നെയും നീങ്ങിക്കൊണ്ടിരുന്നു. +1 കഴിഞ്ഞ് +2 കടന്നു. എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്മാറിയില്ല. അവളുടെ സ്നേഹത്തിൽ നിന്നും. ഇത് മനസ്സിലാക്കിയ ഞാൻ, എന്നെ കാണുമ്പോഴല്ലേ എന്നോട് ഇഷ്ടം കൂടുന്നത്, കാണാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ +2 കഴിഞ്ഞ് 3 വർഷത്തെ ഉപരിപഠനത്തിനായി പോകാൻ തീരുമാനിച്ചു. വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു. അത്രയും ദൂരെ പഠിക്കാൻ പോകേണ്ടെന്നും അടുത്തെവിടെയെങ്കിലും നോക്കിയാൽ പോരെ എന്നും ചോദിച്ചു. ചിലവിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആശങ്കയെങ്കിൽ അത് വേണ്ടെന്നും അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. കാരണം ഇനിയും ഇവിടെ നിന്നാൽ എൻ്റെ ഹൃദയം പിടിവിട്ടു പോകുമെന്നുറപ്പായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരോടും റസീനോടും മാത്രം പോകുന്ന വിവരം പറഞ്ഞു. കോളേജിനടുത്തുള്ള ഹോസ്റ്റലിൽ തന്നെ താമസ സൗകര്യം കിട്ടി. ദിവസങ്ങൾ കടന്നുപോയി. കോളേജിൽ പോക്കും ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ചെറിയ ജോലികൾ ചെയ്തും ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. അതിനിടയിൽ ഒരു വട്ടം പോലും ഞാൻ നാട്ടിലേക്ക് പോയില്ല. ലീവ് കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് വിളിക്കുമ്പോൾ ജോലി ഉണ്ടെന്നും മറ്റും പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്നു. 3 വർഷം എന്നുള്ളത് 30 വർഷം പോലെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം ഞാൻ വന്ന് 3 വർഷമാകാറായി. പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി. അങ്ങനെ എൻ്റെ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന ദിവസം ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ഞാൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. സിറ്റിയിൽ നിന്ന് താമസം മാറി വന്നതും അതിനുശേഷം തറവാട്ടിൽ നിന്ന് മാറി താമസിച്ചതും അവളെ കണ്ടതും ഞാൻ ഇങ്ങോട്ട് പോരാനുണ്ടായ കാരണങ്ങളും. അവൾ ഇപ്പോൾ എന്നെ മറന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ എന്നോടിപ്പോൾ വെറുപ്പായിരിക്കും. അതെന്നിൽ ചെറിയൊരു സമാധാനം തന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ ചിന്ത സങ്കടമായി മാറി. അവൾ എന്നെ മറന്നു കാണുമോ? അവൾക്ക് എന്നെ വെറുക്കാൻ കഴിയുമോ? അവൾക്ക് എന്നോട് പഴയ സ്നേഹം കാണുമോ? ഞാൻ എല്ലാം നല്ലതിനാണെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് എത്താറായി. ബസ് ഇറങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു കൂട്ടം ആളുകളെ. ഉമ്മയും ഉപ്പയും വല്ലുമ്മയും എളാപ്പയും എളാമ്മയും കുട്ടികളും എൻ്റെ അനിയത്തിയും എൻ്റെ കുറച്ച് കുടുംബക്കാരും ഒക്കെയായി. ഞാൻ ഇറങ്ങിച്ചെന്ന് എല്ലാവരെയും ഒന്ന് ആലിംഗനം ചെയ്തു. റസീൻ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ഈ 3 വർഷത്തിനിടയ്ക്ക് എല്ലാവർക്കും ഓരോ മാറ്റങ്ങൾ വന്നിരുന്നു. അവളുടെ വീട്ടിലേക്ക് തെല്ലുന്ന ആകാംക്ഷയോടെ ഞാൻ നോക്കി. അവിടെ കണ്ട കാഴ്ച എനിക്ക് നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളെ പ്രതീക്ഷിച്ച് ഞാൻ കണ്ടത് ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ശരീരം മെലിഞ്ഞ, മുഖം കറുത്ത് കരുവാളിച്ച, ജീവനില്ലാത്ത കണ്ണുകളുമായി എന്നെ തന്നെ നോക്കുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ്. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുന്നുണ്ടോ അതോ കരഞ്ഞ് കണ്ണുനീർ മറ്റിയതാണോ? എനിക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്. ഇത്രയും കാലം വേദനിപ്പിച്ചതിന് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കാലുകൾ അനങ്ങിയില്ല, കൈകൾ ചലിച്ചില്ല. മനസ്സിൽ ഒരു മരവിപ്പ് മാത്രം. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. ഞാൻ പതിയെ അകത്തോട്ട് നടന്നു. കുടുംബക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ കേട്ടില്ല. യാത്രാക്ഷീണമെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നു. പിറ്റേ ദിവസം അവളെ ഞാൻ ഉമ്മറത്ത് നോക്കിയെങ്കിലും കണ്ടില്ല. അനിയത്തി വഴി തലേന്ന് രാത്രി അവൾ പോയെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അവളോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ആരുമില്ലാത്തൊരവസരത്തിനായി ഞാൻ കാത്തു നിന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ ദിവസം വന്നു. രാവിലെ എൻ്റെ ഉമ്മയും അവളുടെ ഉമ്മയും സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. അവളുടെ ഉപ്പാക്ക് ചെവിയുടെ ഓപ്പറേഷൻ കാരണമായി. ചെവി ഒലിക്കുന്ന എന്തോ ഒരു അസുഖമാണെന്നറിയാം. ഹോസ്പിറ്റലിൽ പോവുകയാണെന്നും ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ ഒരാഴ്ച എടുക്കുമെന്നും പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ പോയി. വീട്ടിൽ ആളില്ലാതായിട്ട് 2-3 ദിവസമായി. അതുകൊണ്ട് തന്നെ വീട്ടിലെ കോഴികളെ പരിപാലനത്തിനും വീട് വൃത്തിയാക്കിയിടാനും വേണ്ടി അവൾക്ക് അവളുടെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവൾ ഒറ്റയ്ക്കൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. ഹോസ്പിറ്റലിൽ ഉമ്മാൻ്റെ കൂടെ ആകുമെന്ന് കരുതി ഞാൻ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ വീട്ടിലേക്കൊന്ന് നോക്കി. ഉമ്മറത്തൊന്നും അവളെ കണ്ടില്ല. ഉമ്മറത്തെ വാതിൽ ചാരിയിട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊരവസരമായി കണ്ട് അവളെ എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം തുറന്നു പറയണമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ ഞാൻ വെള്ളമെടുക്കാനെന്നുള്ള വ്യാജേന ബക്കറ്റുമായി അവളുടെ വീട്ടിലേക്ക് നടന്നു. മെല്ലെ കിണറ്റിനരികിലേക്ക് ചെന്നു. ഉള്ളിൽ നിന്നും അനക്കമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കാണാനായി ഞാൻ ശ്രമിച്ചു. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു. അവൾ പുറത്തേക്ക് വരാൻ വേണ്ടി പഴയ ഓർമ്മയിൽ ബക്കറ്റ് നിലത്തിടുകയും പാള കിണറ്റിലേക്ക് മനഃപൂർവ്വം ഇടുകയും കിണറിൻ്റെ ഗ്രില്ല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. തൽഫലമായി അകത്ത് നിന്ന് കസേര നീങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കുകയും അവൾ പുറത്തേക്ക് വരുന്നതും ഞാൻ അറിഞ്ഞു. ചാരിയിട്ട വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന അവൾ എന്നെ കണ്ടൊന്ന് നിന്നു. പിന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഞാൻ പിറകിൽ നിന്നും വിളിച്ചു, അതെ, ഒന്ന് നിൽക്കണം. പെട്ടെന്ന് അവൾ നടത്തം നിർത്തി. എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നെ ഒന്ന് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി. ശേഷം അവൾ എന്താണെന്ന് ഭാവത്തിൽ എന്നെ നോക്കി. പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. കാരണം ഞാൻ ആ കണ്ണുകളിൽ കണ്ടത് എനിക്ക് പരിചയമില്ലാത്തൊരു ഭാവമായിരുന്നു. അതെന്നെ തെല്ലൊന്ന് ആശങ്കപ്പെടുത്തി. എന്നാൽ ഇനിയും എനിക്കൊന്നും മൂടി വയ്ക്കാൻ സാധ്യമല്ലായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ചു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളെ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു. എനിക്ക് നിങ്ങളെ ഒരിക്കലും പിരിയാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കണം. അതെങ്ങനെ പറഞ്ഞു തീർത്തു എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് പതിയെ നോക്കി. അത് കേട്ട് അവളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഞാൻ കണ്ടില്ല. അവൾ ഇത്രമാത്രം പറഞ്ഞു, എനിക്കറിയാം. അവളുടെ ഈ പെരുമാറ്റം എന്നെ കൂടുതൽ വിഷമത്തിലാക്കി. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ നിറഞ്ഞ കണ്ണുമായി അവളുടെ കണ്ണിലേക്ക് നോക്കി. അത് കണ്ട് പെട്ടെന്ന് അവളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം മാറി. സ്നേഹവും സങ്കടവും സന്തോഷവും അതിനേക്കാളേറെ വാത്സല്യവും ആ മുഖത്ത് മിന്നിമിന്നി. പെട്ടെന്ന് എന്നെ പിടിച്ച് അവളുടെ മാറിലേക്ക് അമർത്തി. ഭ്രാന്തമായി എൻ്റെ തലയിലും നെറ്റിയിലും മുഖത്തുമെല്ലാം തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. പറയാതെ എന്തെല്ലാം പറയുന്ന പോലെ, ഒരു വലിയ മഴ പെയ്തു ചോർന്ന പോലെ എൻ്റെ ഹൃദയം ശാന്തമായി. 10 വർഷത്തെ പ്രണയത്തിനിടയ്ക്കുണ്ടായ വേദനകളും പരിഭവങ്ങളും ദുഃഖങ്ങളുമെല്ലാം അതിലലിഞ്ഞുപോയി. അവളുടെ സ്നേഹം എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണെന്നും എനിക്ക് അവളെ ഒരിക്കലും സ്നേഹിച്ച് തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ഞാൻ മനസ്സിലാക്കി. കുറച്ചു നേരം കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് തലയിൽ സ്നേഹത്തോടെ തലോടി. പെട്ടെന്നെന്തോ ഓർത്തെന്ന പോലെ എന്നിൽ നിന്നും അടർന്നു മാറി. ഞാൻ തിരിച്ച് കെട്ടിപ്പിടിച്ചില്ല, ഉമ്മ കൊടുത്തില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചു. അവൾ തല കുനിച്ച് നിൽക്കുകയാണ്, കണ്ണുനീർ തുടയ്ക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവൾ തല ഉയർത്തി എന്നെ നോക്കി. നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം എന്നെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. കണ്ണുകൾ കൊണ്ടെന്നെ ഇമ ചിമ്മാതെ നോക്കി. അപ്പോഴവളുടെ മുഖത്തിന് ഞാൻ ഇന്ന് വരെ കാണാത്ത മൊഞ്ചുണ്ടായിരുന്നു. ഇതിവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ 22-ാം വയസ്സിലും ഞാൻ അവളെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു. തിരിച്ചവളും. ആർക്കും ശല്യമില്ലാതെ, സംസാരങ്ങളില്ലാതെ, സ്പർശനങ്ങളില്ലാതെ, മിഴികളിലൂടെ. അപ്പോൾ ഇതാണ് സ്റ്റോറി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.